അസ്സലാമു അലൈക്കും. വേൾഡ് ബുക്കിലേക്ക് സ്വാഗതം. ആദം അലിഹിസ്സലാമിൻ്റെ സൃഷ്ടിപ്പിനെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ 38-ാം അധ്യായം സൂറത്തു സ്വാദിൽ വിവരിക്കുന്നുണ്ട്. അല്ലാഹു ജല്ല ജലാലഹു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഭിസംബോധന ചെയ്യുകയാണ്. വചനം 71. താങ്കളുടെ രക്ഷിതാവ് മലക്കുകളോട് പറഞ്ഞ സന്ദർഭം: നിശ്ചയമായും നാം കളിമണ്ണിൽ നിന്ന് ഒരു മനുഷ്യനെ സൃഷ്ടിക്കാൻ പോകുന്നു. 72. അങ്ങനെ നാം അവന് രൂപം നൽകി ശരിപ്പെടുത്തുകയും അവനിൽ എൻ്റെ ആത്മാവിൽ നിന്ന് നാം ഊതുകയും ചെയ്താൽ നിങ്ങൾ സുജൂദിൽ വീഴുക. ഇവിടെ ആത്മാവിൽ നിന്ന് ഊതുക എന്ന വാക്യാംശം പ്രത്യേകം ശ്രദ്ധേയമാണ്. ജഡത്തോട് ആത്മാവ് കൂടുമ്പോഴാണല്ലോ അതൊരു ജീവിയായിത്തീരുന്നത്. എന്നാൽ ആത്മാവ് എന്നത് ആർക്കും കണ്ടുപിടിക്കാനോ വിശദീകരിക്കാനോ കഴിയാത്തതാണ്. അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന ഒരു രഹസ്യമത്രേ. പരമാണുവിനെപ്പോലും ശാസ്ത്രം കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ കാലത്തും ആത്മാവിൻ്റെ സത്ത അവരെ കുഴപ്പിക്കുകയാണ്. അതങ്ങനെ തന്നെ തുടരുകയും ചെയ്യും. സൂറത്ത് സ്വാദ് തുടരുകയാണ്. വചനം 73. അങ്ങനെ മലക്കുകൾ എല്ലാവരും മുഴുവനും സുജൂദ് ചെയ്യുകയുണ്ടായി. 74. ഇബ്ലീസ് ഒഴികെ. അവൻ അഹങ്കരിച്ചു. കാഫിരീങ്ങളിൽപ്പെട്ടവനായിരുന്നു അവൻ. ഇവിടെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കാഫിരീങ്ങളിൽപ്പെട്ടവനായിരുന്നു, അല്ലെങ്കിൽ സത്യനിഷേധികളിൽപ്പെട്ടവനായിരുന്നു എന്ന വാക്യാംശം 2 തരത്തിൽ വ്യാഖ്യാനിക്കാവുന്നതാണ്. ഒന്ന്, സുജൂദ് ചെയ്യാനുള്ള അല്ലാഹു അസ്സവജലിൻ്റെ കൽപ്പന ധിക്കരിച്ചത് മൂലം അവൻ കാഫിരീങ്ങളിൽപ്പെട്ടവനായി തീർന്നു എന്ന് വിശദീകരിക്കാവുന്നതാണ്. രണ്ടാമത്തേത്, അവൻ നേരത്തെ തന്നെ സത്യനിഷേധികളിൽപ്പെട്ടവനാണെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് അറിയാമായിരുന്നു എന്നും അർത്ഥം വെക്കാവുന്നതാണ്. ഖുർആനിൽ എല്ലായിടത്തും ആദം അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാനുള്ള കൽപ്പന മലക്കുകളെ അഭിമുഖീകരിച്ച് നടത്തിയതായിട്ടാണ് കാണുന്നത്. പിന്നെ എങ്ങനെയാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അനുസരിച്ചില്ല എന്ന് പറയുന്നത്? അവൻ ജിന്നുവർഗത്തിൽപ്പെട്ടവനാണെന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കിയത് കഴിഞ്ഞ ഭാഗങ്ങളിൽ നമ്മൾ കണ്ടതാണല്ലോ. ഇതിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ നൽകുന്ന വിശദീകരണം ഇതാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മലക്കുകളിലെ മലഉൽ അഅ്ലായുടെ കൂട്ടത്തിൽപ്പെട്ടവനായിരുന്നുവത്രേ. സുജൂദിൻ്റെ കൽപ്പന ധിക്കരിച്ചതിനെ തുടർന്ന് അല്ലാഹു ജല്ല ജലാലഹുവിൻ്റെ ശാപകോപങ്ങൾക്ക് വിധേയമായ ശേഷമത്രേ അവൻ അവരിൽ നിന്ന് ബഹിഷ്കൃതനായത്. അതുകൊണ്ടാണല്ലോ തൻ്റെ ധിക്കാരം ന്യായീകരിച്ച സമയത്ത് നിന്റെ കൽപ്പന മലക്കുകളോട് ആയിരുന്നില്ലേ, എനിക്കത് ബാധകമല്ലല്ലോ എന്ന് അവൻ വാദിക്കാതിരുന്നത്. 75. അല്ലാഹു അസ്സവജൽ ചോദിച്ചു: ഹേ ഇബ്ലീസ്, നാം സ്വന്തം സൃഷ്ടിച്ചുണ്ടാക്കിയതിന് സുജൂദ് ചെയ്യുന്നതിൽ നിന്ന് നിന്നെ തടഞ്ഞതെന്താണ്? നീ അഹംഭാവം കാണിച്ചതോ, അതല്ല നീ ഉന്നതന്മാരിൽപ്പെട്ടവനാണോ? ഇവിടെ സുജൂദ് ചെയ്യാതിരിക്കുന്നത് നിനക്ക് ഇപ്പോൾ അഹങ്കാരം വന്നതുകൊണ്ടാണോ, അതല്ല നീ നേരത്തെ തന്നെ അഹങ്കാരിയായിരുന്നോ എന്നതാണ് ചോദ്യത്തിൻ്റെ ഉദ്ദേശം. 76. ഇബ്ലീസ് പറഞ്ഞു: ഞാൻ അവനേക്കാൾ ഉത്തമനാണ്. എന്നെ നീ അഗ്നി കൊണ്ടല്ലേ സൃഷ്ടിച്ചത്, അവനെയാണെങ്കിൽ കളിമണ്ണ് കൊണ്ടും. 77. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു: എങ്കിൽ ഇതിൽ നിന്നു നീ പുറത്തു പോവുക, നിശ്ചയമായും നീ ആട്ടപ്പെട്ടവനാകുന്നു. 78. പ്രതിഫലം നൽകപ്പെടുന്ന ദിവസം വരെ നിന്റെ മേൽ എൻ്റെ ശാപം ഉണ്ടായിരിക്കുക തന്നെ ചെയ്യും. 79. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു: എൻ്റെ രക്ഷിതാവേ, എന്നാൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന നാൾ വരെ എനിക്കു നീ കാലതാമസം നൽകണമേ. 80. അല്ലാഹു പറഞ്ഞു: എങ്കിൽ നീ കാലതാമസം നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെയാണ്. 81. അറിയപ്പെട്ട സമയത്തിൻ്റെ ദിവസം വരെ. 82. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു: എന്നാൽ നിന്റെ പ്രതാപം കൊണ്ട് സത്യം, തീർച്ചയായും ഞാൻ മനുഷ്യരെ മുഴുവൻ വഴിതെറ്റിക്കും. 83.
അവരിൽ നിന്ന് നിന്റെ നിഷ്കളങ്ക അടിമകളെ ഒഴികെ. 84. അല്ലാഹു ജല്ല ജലാലഹു പറഞ്ഞു, അപ്പോൾ അതാണ് പരമാർത്ഥം, പരമാർത്ഥമേ നാം പറയുകയുമുള്ളൂ. 85. നിന്നെക്കൊണ്ടും നിന്നെ പിൻപറ്റിയ എല്ലാവരെ കൊണ്ടും നാം നരകം നിറക്കുക തന്നെ ചെയ്യും. ചുരുക്കത്തിൽ അല്ലാഹു അസ്സവജലും ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയും തമ്മിൽ ഉഗ്രവാഗ്വാദം തന്നെ നടന്നു. വിശുദ്ധ ഖുർആൻ 17-ാം അധ്യായം സൂറത്ത് ഇസ്രാ നമുക്ക് കുറച്ചുകൂടി വിവരണങ്ങൾ നൽകുന്നു. വചനം 61. ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം. അപ്പോൾ അവർ സുജൂദ് ചെയ്തു, ഇബ്ലീസ് ഒഴികെ. അവൻ ചോദിച്ചു, കളിമണ്ണ് കൊണ്ട് നീ സൃഷ്ടിച്ചവനെ ഞാൻ സുജൂദ് ചെയ്യുകയോ? 62. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞു, നീ എന്നോട് പറ, ഇവനാണോ എന്നേക്കാൾ നീ ആദരിച്ചവൻ? ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ നീ എനിക്ക് ആയുസ്സു നീട്ടിത്തരികയാണെങ്കിൽ ഇവൻ്റെ സന്തതികളെ ഞാൻ വരുതിയിലാക്കിയിരിക്കും, ചുരുക്കം പേരെയൊഴിച്ച്. ഇവിടെ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യാനുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി ധിക്കരിച്ചു എന്ന് മാത്രമല്ല, തന്നേക്കാൾ ആദം നബി അലൈഹിസ്സലാമിന് ബഹുമാനം നൽകിയ അല്ലാഹു ജല്ല ജലാലഹുവിൻ്റെ തീരുമാനത്തെ അവൻ ചോദ്യം ചെയ്യുക കൂടി ചെയ്തിരിക്കുകയാണ്. എന്നാൽ അവൻ്റെ ഈ ചോദ്യത്തിന് അല്ലാഹു അസ്സവജൽ മറുപടി പോലും കൊടുക്കാതെ അത് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയാണ്. വചനം 63. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ പോ, അവരിൽ നിന്ന് വല്ലവരും നിന്നെ പിൻപറ്റിയാൽ സുനിശ്ചിതം നരകമാണ് നിങ്ങളുടെ പ്രതിഫലം, പരിപൂർണമാക്കപ്പെട്ട പ്രതിഫലം. 64. നിന്റെ ശബ്ദം കൊണ്ട് അവരിൽ നിന്ന് കഴിയാവുന്നിടത്തോളം ആളുകളെ നീ ഇളക്കി വിട്ടോ. നിന്റെ കുതിരപ്പടയെയും കാലാൾപ്പടയെയും അവർക്കെതിരിൽ നീ വിളിച്ചു കൂട്ടിക്കോ. ധനത്തിലും സന്താനങ്ങളിലും നീ അവരോട് പങ്കുചേർന്നോ. അവർക്കു നീ വാഗ്ദാനവും നൽകിക്കോ. വഞ്ചനയല്ലാതെ പിശാച് അവരോട് വാഗ്ദാനം ചെയ്യുകയില്ല. 65. എൻ്റെ യഥാർത്ഥ അടിമകളുടെ മേൽ നിനക്ക് യാതൊരു നിയന്ത്രണാധികാരവും ഉണ്ടായിരിക്കുന്നതല്ല തന്നെ. അഭേദാതാവായി നിന്റെ രക്ഷിതാവ് തന്നെ ധാരാളം. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹിയുടെ അല്ലാഹു അസ്സവജലിനോടുള്ള ധിക്കാരത്തിൻ്റെയും മനുഷ്യരോടുള്ള പകയുടെയും കാഠിന്യം വ്യക്തമാക്കുന്ന ചില വചനങ്ങൾ സൂറത്തുൻ നിസായിൽ നിന്ന് നമുക്ക് കാണേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആൻ 4-ാം അധ്യായം 118-ാം വചനം. അവനെ അല്ലാഹു ശപിച്ചിരിക്കുന്നു. നിന്റെ അടിമകളിൽ നിന്ന് നിശ്ചിതമായ ഒരു ഓഹരി ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കി തീർക്കുക തന്നെ ചെയ്യുമെന്ന് ഇബ്ലീസ് പറഞ്ഞിട്ടുമുണ്ട്. വചനം 119. നിശ്ചയം ഞാൻ അവരെ വഴിപിഴപ്പിക്കുകയും വ്യാമോഹിപ്പിക്കുകയും ചെയ്യും. ഞാൻ അവരോട് കൽപ്പിക്കും, അപ്പോൾ അവർ നാൽക്കാലികളുടെ കാതുകൾ കീറും. ഞാൻ അവരോട് ശാസിക്കും, അപ്പോൾ അവർ അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിനെ അലങ്കോലമാക്കും. വല്ലവനും അള്ളാഹുവിനെ വിട്ട് പിശാചിനെ രക്ഷാധികാരിയാക്കിയാൽ അവന് വ്യക്തമായ നഷ്ടം സംഭവിച്ചു കഴിഞ്ഞു, തീർച്ച. ഇവിടെ നാൽക്കാലികളുടെ കാതുകൾ കീറുക എന്ന് പറഞ്ഞത് അറബികൾ ബിംബങ്ങൾക്കായി ഒഴിഞ്ഞുവിടുന്നതും പല പേരുകളിൽ പറഞ്ഞു വന്നിരുന്ന മൃഗങ്ങൾക്ക് അടയാളമായി അവയുടെ ചെവി കീറുന്നതുമായ സമ്പ്രദായമാണത്രേ. ഈ അഭിപ്രായത്തിൽ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഏകോപിച്ചിട്ടുണ്ടെന്ന് ഷേഖ് സാദഹ് വ്യക്തമാക്കുന്നു. ഇതിൽ പറഞ്ഞ മൃഗങ്ങളുടെ കാതു കീറുന്നതിനെ ഉദ്ധരിച്ച് മനുഷ്യരുടെ കാതു കീറലും പൈശാചിക നടപടിയാണെന്ന് CN അഹ്മദ് മൗലവി വ്യാഖ്യാനിക്കുന്നുണ്ട്. ഇതിനെ ഷെയ്ഖുന KV മുഹമ്മദ് മുസ്ലിയാർ ഖണ്ഡിക്കുന്നതിങ്ങനെ: ആഭരണം തൂക്കുവാൻ കാതുകുത്തുന്നതായിരിക്കാം മൗലവി ഉദ്ദേശിക്കുന്നത്. എന്നാൽ ആഭരണം ഇടേണ്ടുന്നതിനായി സ്ത്രീകളുടെ കാതു തുളക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുണ്ടായിരുന്നുവെന്ന് ഹദീസുകളിൽ നിന്ന് തെളിയുന്നുണ്ട്. നിങ്ങളുടെ ആഭരണത്തിൽ നിന്ന് തന്നെയെങ്കിലും ധർമ്മം ചെയ്യുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഉപദേശം നൽകിയപ്പോൾ അവരുടെ കഴുത്തിലും കാതിലും ഉണ്ടായിരുന്ന ആഭരണങ്ങളിൽ നിന്ന് അവർ ദാനം ചെയ്തു. റിപ്പോർട്ട് ബുഖാരി. കാത് തുളക്കാതെ
അതിൽ ആഭരണം തൂക്കുവാൻ സാധിക്കില്ലല്ലോ. പിന്നെ ഇവിടെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി മുഴക്കുന്ന വീരവാദം അല്ലാഹു അസ്സവജലിൻ്റെ സൃഷ്ടിപ്പിനെ അലങ്കോലമാക്കും എന്നതാണ്. സൃഷ്ടിയിൽ രൂപമാറ്റം വരുത്തലിനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. ദേഹത്ത് ചില ചായങ്ങൾ തേച്ച് നിറം മാറ്റൽ, പച്ചകുത്തൽ, പല്ലിരാകൽ, സ്ത്രീ പുരുഷവേഷം ധരിച്ച് അവനോട് തുല്യമാകൽ, പുരുഷൻ സ്ത്രീവേഷം ധരിച്ച് അവളോട് തുല്യമാകൽ മുതലായവ ഇതിൽപ്പെടുമെന്ന് ഷെയ്ഖുന KV മുഹമ്മദ് മുസ്ലിയാർ രചിച്ച് ഉസ്താദ് ഡോക്ടർ ബഹാവുദ്ദീൻ നദ്വി എഡിറ്റിങ്ങും വിപുലീകരണവും നടത്തിയ ഫത്ഹുർ റഹ്മാനു ഫി തഫ്സീരിൽ ഖുർആനിൽ കാണാം. എന്നാൽ ആവശ്യത്തിനു വേണ്ടി മൃഗങ്ങളുടെ മണിയുടക്കൽ അനുവദനീയമാണെന്ന് മതകർമ്മശാസ്ത്ര പണ്ഡിതന്മാർ വ്യക്തമാക്കുന്നതായും പ്രസ്തുത ഗ്രന്ഥം തന്നെ വിശദീകരിക്കുന്നു. ഈ സ്ത്രീ പുരുഷവേഷം കെട്ടലും പുരുഷൻ സ്ത്രീവേഷം കെട്ടലും ഇന്നത്തെ സാഹചര്യത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ട്രാൻസ്ജെൻഡറൊക്കെയാണ് മനസ്സിൽ വരുന്ന ചിത്രം. അല്ലാഹു ആലം. സ്ത്രീകളുടെ മൈലാഞ്ചിയിടലൊന്നും നമ്മൾ ഈ കണ്ട പൈശാചിക ചായം പൂശലിൽ വരില്ല കേട്ടോ. അതൊക്കെ അനുവദനീയമായ കാര്യമാണ്. ജന്മനാ ഉള്ള സ്വഭാവം മാറ്റി കൃത്രിമ സ്വഭാവം കൈക്കൊള്ളലൊക്കെ സൃഷ്ടിപ്പ് അലങ്കോലമാക്കലിൽപ്പെടും. അതായത് പരിശുദ്ധ പ്രകൃതിയോട് കൂടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. സത്യം അറിയാനുള്ള വാസന, അത് അറിഞ്ഞാൽ അനുസരിക്കാനുള്ള മനസ്ഥിതി തുടങ്ങിയ പല നല്ല സ്വഭാവങ്ങളും ജന്മസിദ്ധമാണ്. പിന്നീട് പിശാചിൻ്റെ പ്രേരണ മൂലമാണ് അവൻ ദുസ്വഭാവം പഠിക്കുന്നതും ശീലമാക്കുന്നതും. നഖം മുറിക്കൽ, ചേലാകർമ്മം ചെയ്യൽ തുടങ്ങിയവ പിശാചിൻ്റെ പ്രേരണയാലുള്ളതല്ല. അത് മതത്തിൽ പുണ്യം കൽപ്പിക്കപ്പെട്ടതാണ്. എന്നാൽ താടി, മീശ, തലമുടി കൊണ്ടൊക്കെയുള്ള വികൃതികളും കോമാളി വേഷങ്ങളും പൈശാചിക ദുർബോധനത്തിൽപ്പെട്ടതാണ്. പ്രൊഫസർ കൊടുവള്ളി അബ്ദുൽ ഖാദറുടെ ആദ്യ പിതാവ് ആദം അലൈഹിസ്സലാം എന്ന ഗ്രന്ഥത്തിൽ അല്ലാഹു ജല്ല ജലാലഹുവിൻ്റെ സൃഷ്ടിപ്പിനെ അലങ്കോലമാക്കൽ എന്നത് പ്രകൃതിയെ മാറ്റിമറിക്കൽ ആണെന്നും വിശദീകരിച്ചു കാണുന്നു. മലകളും കുന്നുകളും ചതുപ്പുനിലങ്ങളും വയലുകളും പുഴകളും വ്യക്തമായ ലക്ഷ്യത്തോടെ സൃഷ്ടിക്കപ്പെട്ടതാണ്. ആ പ്രകൃതിയെ മാറ്റിമറിക്കലും ഈ പറഞ്ഞതിൻ്റെ പരിധിയിൽ വരുന്നതത്രേ. സൂറത്തുൻ നിസാ തുടരുകയാണ്. വചനം 120. ഇബ്ലീസ് അവരോട് വാഗ്ദാനം ചെയ്യുകയും അവരെ വ്യാമോഹിപ്പിക്കുകയും ചെയ്യും. പിശാചി അവരോട് വഞ്ചനയല്ലാതെ വാഗ്ദാനം ചെയ്യുകയില്ല. 121. അവരുടെ സങ്കേതം നരകമാകുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു സ്ഥലവും അവർ കാണുന്നതല്ല. അപ്പോൾ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണമെന്ന അഭ്യർത്ഥനയോടെ അസ്സലാമു അലൈക്കും.